നിരന്തരമായി പ്രകോപനം സൃഷ്ടിച്ച് അദ്ദേഹത്തെ സംഘർഷത്തിൽ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തു നിരന്തരമായി ഉണ്ടായിരിക്കുന്ന CPM കോട്ടകളിലെ വിള്ളൽ. CPM-ന്റെ ഇതിന് അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? ശ്രീ ഷാഫി പറമ്പിലിനോടുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? ശ്രീമതി ശൈലജ ടീച്ചർ പരാജയപ്പെട്ടു. ആ തോൽവി കഴിഞ്ഞ് 2 വർഷത്തോളമായിട്ടും ഉൾക്കൊള്ളാൻ CPM-ന്റെ പ്രവർത്തകർക്ക് കഴിയാത്തത് കൊണ്ടാണ്. അത് 5-10 വോട്ടിനല്ല, 1,14,000 വോട്ടിന് തോറ്റ ആ തോൽവി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അന്നലെ പോലും നമ്മൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കുന്ന കുറച്ചും കൂടെ ഗ്രാവിറ്റിയുള്ള വിഷയമാണ്. UDF-ന്റെ ഒരു വലിയ പ്രകടനം നടക്കുന്നു. ആ പ്രകടനത്തെ ആക്രമിക്കുവാൻ വേണ്ടി 50ഓളം വരുന്ന ആയുധധാരികളായ CPM-ന്റെ സംഘം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്വം എന്താണ്? പോലീസ് ആ ആയുധധാരികളായ അക്രമകാരികളെ ഒഴിച്ചുവിടണം. ടിയർ ഗ്യാസ് പ്രകടനത്തിന് നേർക്ക് ഉപയോഗിക്കുന്നു. ശ്രീ ഷാഫി പറമ്പിൽ അവിടെ എത്തിയിരുന്നില്ല എങ്കിൽ ഒരു വലിയ കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകുമായിരുന്നു. പോലീസിന്റെ സ്ക്രിപ്റ്റിൽ ആ കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. വലിയ അത്യാഹിതം ഉണ്ടാകണമെന്ന് പോലീസ് ആഗ്രഹിച്ചു. ആ അത്യാഹിതത്തെ ശ്രീ ഷാഫി പറമ്പിലിന്റെ ഇടപെടൽ കൊണ്ട് തടുത്ത് നിർത്തിയതിന്റെ കൂടി അരിശം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അബദ്ധത്തിൽ സംഭവിച്ചതല്ല. കൃത്യമായി ബോധപൂർവം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്.